പല ആളുകളും നമ്മൾ കാണാറുണ്ട് സംസാരിക്കുമ്പോൾ എല്ലാം കണ്ണ് ചിമ്മി ചിമ്മി വരിക, അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ മുഖം ഒരു വശത്തോടെ കോടിക്കോടി പോകുന്ന അസുഖമാണ് ബ്ലിഫറോസ്പാസം അല്ലെങ്കിൽ ഹെമിഫേഷ്യൽ സ്പാസം എന്ന് പറയും. ചില ആൾ സംസാരിക്കുമ്പോൾ തല ഒരു വശത്തേക്ക് ഇങ്ങനെ പോയിരുന്ന ഒരു അസുഖമാണ്, അതേപോലെ ടോട്ടിക്കോൾ സെർവിക്കൽ ഡിസ്റ്റോണിയ. അല്ലെങ്കിൽ ചില ആൾക്ക് അതുപോലെ തന്നെ കൈ ഇങ്ങനെ കോച്ച് വരാം, അല്ലെങ്കിൽ എഴുതുമ്പോൾ റൈറ്റസ് ക്രാമ്പ്, എഴുത്ത് മോശമായിട്ട് വരാം, അല്ലെങ്കിൽ സ്ട്രോക്ക് വന്ന ശേഷം സ്പാസിറ്റി, കൈ ഇങ്ങനെ ബലം പിടിച്ചുകൊണ്ടിരിക്കാം. അതുപോലെ തന്നെ കുട്ടികളാണെങ്കിൽ സെറിബ്രൽ പാൾസി വന്നിട്ട് കൈയിനും കാലും ബലം പിടുത്തുണ്ടാവാം. ഇങ്ങനെയുള്ള ഈ അസുഖങ്ങൾക്കെല്ലാം പൊതുവെയുള്ള ഒരു ചികിത്സയാണ് ബോട്ടോക്സ് തെറാപ്പി. അപ്പോൾ ബോട്ടോക്സ് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഒരു 3 മുതൽ 6 മാസത്തിന് അതിൻ്റെ റെസ്പോൺസ് ഉണ്ടാവും. അത് കണ്ണ് അടഞ്ഞ് നിൽക്കുന്ന ആൾ കണ്ണ് തുറക്കാൻ സഹായിക്കും. ശരി, ഒരു വശത്തോട്ട് വെട്ടി പോവുകയാണെങ്കിൽ നമുക്കത് ഇഞ്ചക്ഷൻ കൊടുക്കുകയാണെങ്കിൽ നോർമലാക്കാൻ പറ്റും. കഴുത്ത് ഒരു വശത്തേക്ക് പോകുന്നതാണെങ്കിൽ പോലും അത് നമുക്ക് ഏതൊക്കെ മസിലാന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. അത് EMG, അതുപോലെ തന്നെ അൾട്രാസൗണ്ട് വെച്ചിട്ട് അതുപോലെ തന്നെ സർഫസ് അനാട്ടമി, ഇത് മൂന്നും വെച്ച് നമ്മൾ കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ ഇവരുടെ ബ്ലിഫറോസ്പാസം, ഹെമിഫേഷ്യൽ സ്പാസം, ടോട്ടിക്കോളിസ്, സ്ട്രോക്കിന് ശേഷം ഉണ്ടാകുന്ന, പക്ഷാഘാതത്തിന് ശേഷം ഉണ്ടാകുന്ന സ്പാസിറ്റി, അതുപോലെ തന്നെ സെറിബ്രൽ പാൾസി, കുട്ടികൾക്കുണ്ടാകുന്ന ഈ സ്പാസിറ്റി, ഇതുപോലത്തെ അസുഖങ്ങളൊക്കെ നമുക്ക് ഈ ബോട്ടോക്സ് ചികിത്സ വഴി ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റും.